ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ഒരു സ്ഥാനം കണ്ടുകൊണ്ട് ഇങ്ങനെ അതിനുവേണ്ടി കിടന്ന് ഒപ്പാളം കൂട്ടുകയാണല്ലോ. അത് കിട്ടുമോ കിട്ടൂല എന്നുള്ള ഒരു മാനസിക സംഘർഷം, അതിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു സമനില തെറ്റി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഞാൻ ഇന്നത്തോടുകൂടി ഇതിന് മറുപടി അവസാനിപ്പിച്ചു. ഞാൻ SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമാണ് ഞാനും പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും KSUവിൻ്റെ ഒരു പ്രവർത്തകനാണ് അയാൾ. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നും ആയിട്ടില്ല. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി നുണകളുടെ ഒരു പരമ്പര തന്നെ പടച്ചുവിടുകയാണ്. വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം എന്ന് പറയുന്നത്. പുനർജനി കേസും ലണ്ടൻ യാത്രയും. പുനർജനി കേസിൽ വിജിലൻസ് തന്നെ കുറ്റമുക്തനാക്കിയെന്നാണ് സതീശന്റെ വാദം. എന്നാൽ അത് വസ്തുത മറിച്ചാണ്. കൂടാതെ ലണ്ടനിൽ പോയി പിരിവ് നടത്തിയില്ലെന്നുള്ള അദ്ദേഹത്തിന്റെ വാദവും സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്നതാണ്. വിദേശ യാത്രകളുടെയും ഫണ്ട് നടത്തിയ പിരിവുകളുടെ രേഖകൾ ജനസംരക്ഷണമുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയിലെ ഇരട്ടത്താപ്പ് വിഴിഞ്ഞം സമരം ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സതീശന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. വയനാട് പുനരധിവാസവും രാഷ്ട്രീയ നാടകവും വയനാട്ടിൽ നിർമ്മിക്കുന്ന വീടുകളിൽ 300 എണ്ണം കോൺഗ്രസ് നൽകുന്ന അവകാശവാദവും വെറും വാചക കസർത്ത് മാത്രമാണ്. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന സതീശൻ അത് നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളതാണ്. നിയമസഭയിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആക്രമിച്ചു എന്ന് സതീശൻ തട്ടിവിട്ടു. എന്നാൽ തനിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് തിരുവനന്തപുരം തന്നെ വീണ്ടും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യത തകർന്നു. വർഗീയതയും രാഷ്ട്രീയവും ബന്ധങ്ങളും പരിശോധിച്ച് നോക്കിയാൽ വോൾവാക്കർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തതിന് ന്യായീകരിക്കാൻ VS അച്യുതാനന്ദന്റെ പേര് വലിച്ചഴക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. 2013 RSS ചടങ്ങിൽ സതീശൻ പങ്കെടുത്ത വ്യക്തമായ തെളിവുകൾ ഉള്ള കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും CPIM-നെ കുറിച്ചും അദ്ദേഹം നടത്തുന്ന 42 വർഷത്തെ കണക്കുകൾ ചരിത്രത്തെ വികലമാക്കുന്നതാണ്. പറവൂരിലെ ഇരട്ട മുഖം സ്വന്തം മണ്ഡലത്തിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സർക്കാരിനെ പുകഴ്ത്തുകയും പിന്നീട് വിവാദമായപ്പോൾ പ്രസംഗിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്ത സതീശൻ പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ വീണ്ടും നാണം കെട്ടു. സ്കൂൾ വിജയോത്സവത്തിന് തൃശ്ശൂർ പ്രസംഗിച്ചത്, എന്നെ സംബന്ധിച്ചത് പ്രസംഗിച്ചത് നിങ്ങളെല്ലാവരും കേട്ടതാണ്, TV-യിലും എല്ലാം കണ്ടതാണ്. പക്ഷെ ഇന്നിവിടെ പ്രസംഗിച്ചത് കേട്ടാൽ ഒരുവിധം മനസാക്ഷിയുള്ളവരാരും അത് അംഗീകരിക്കുകയോ സഹിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല.